പ്രിയ പ്രേക്ഷകരെ, കേരളം തൂക്കി UDF. രാഷ്ട്രീയ സുനാമിയിൽ ഇടതു കോട്ടകൾ ഒന്നാകെ ഒലിച്ചുപോയി. UDFിലെ ഓരോ കക്ഷിയും എത്ര സീറ്റുകളിലാണ് വിജയിച്ചത് എന്ന് നമുക്ക് നോക്കാം. ദിലീപ്, ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നു UDF ചിട്ടയായ ഒരു പ്രവർത്തനം നടത്തി. അതിൽ ഏറ്റവും പ്രധാനം ഈ സീറ്റ് വിഭജനത്തിലടക്കം ഘടകകക്ഷികളുമായി വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. അതിപ്പോൾ PJ ജോസഫിൽ നിന്നും സീറ്റുകൾ ഏറ്റെടുക്കുന്നുണ്ട്, അവർ അത് വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചിട്ടയായ പ്രവർത്തനമാണ്. അപ്പോൾ ഇതൊരു മുന്നണിയുടെ കൂട്ടായ വിജയമാണ് എന്ന് തന്നെ കാണാമല്ലേ? അപ്പോൾ എങ്ങനെയാണ് ആ വിജയത്തിലേക്ക് അവർ എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ ടീം UDFിന്റെ വിജയം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചത് പ്രതിപക്ഷത്തെ കഴിഞ്ഞ 5 വർഷക്കാലം നയിച്ച VD സതീശനാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. VD സതീശന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം എണ്ണയിട്ട് യന്ത്രം പോലെ കഴിഞ്ഞ 5 വർഷക്കാലം പ്രവർത്തിക്കുകയായിരുന്നു. ഇന്ന് VD സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ ഒരു ഹർത്താലോ ബന്ധോ നടത്താതെ UDFിനെ അധികാരത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഈ സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരായ പ്രതിഷേധം നടത്താൻ കഴിഞ്ഞു. അതേസമയം തന്നെ നിരവധി സ്ഥലങ്ങളിൽ പോലീസ് മർദ്ദനമൊക്കെ KSU പ്രവർത്തകർക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കുമൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അക്കാര്യം മറക്കില്ല എന്നുകൂടി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ VD സതീശൻ പറഞ്ഞിരുന്നു. ഏതായാലും നമുക്ക് വിജയമൊക്കെ ആ നിലയിൽ തന്നെയാണ് അവർ കാണുക. അതെ, തീർച്ചയായും കോൺഗ്രസിനോടൊപ്പം ഏറ്റവും ട്രസ്റ്റബിൾ ആയിട്ടുള്ള അവരുടെ ഘടകകക്ഷി മുസ്ലിം ലീഗ് ഉൾപ്പെടെ കേരള കോൺഗ്രസ് ഉൾപ്പെടെ ചേർന്നതോടുകൂടി ഒരു വലിയ മാന്ത്രിക സംഖ്യയിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുന്നു. കേരളത്തിൽ UDF ഇതുവരെ നേടിയിട്ടുള്ള വിജയങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ചരിത്ര വിജയം എന്ന് വിശേഷിപ്പിക്കാം. 2001 അന്ന് 99 സീറ്റാണ് UDFിന് ലഭിച്ചിരുന്നത്. കഴക്കൂട്ടത്ത് നിന്ന് സ്വതന്ത്രനായി വിജയിച്ച കോൺഗ്രസ് വിമതനായിരുന്ന കോൺഗ്രസ് നേതാവായിരുന്ന MA വാഹിദ് അന്ന് UDFിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ 100 സീറ്റിലെത്തിയതാണ്. ഇതിനു മുമ്പുള്ള UDFിന്റെ തിളക്കമാർന്ന വിജയം. ആ നേട്ടത്തെയും കവച്ചു വെക്കുകയാണ് ഇത്തവണത്തെ UDF വിജയം എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ 102-ൽ എത്രയാണ് കോൺഗ്രസിന്റെ, മുസ്ലിം ലീഗിന്റെ, കേരള കോൺഗ്രസ്, PJ ജോസഫ് വിഭാഗത്തിന്റെ, അങ്ങനെ ഓരോ ഘടകകക്ഷികളുടെയും സീറ്റ് നില നമ്മൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് 63 സീറ്റുകളാണ് നേടുന്നത്. ദിലീപ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് മിന്നുന്ന പെർഫോമൻസ് UDFിന് കോൺഗ്രസിന് കാഴ്ചവെക്കാനായി എന്നുള്ളത് ഈ സീറ്റ് നിലയിൽ ഏറെ പ്രധാനമാണല്ലേ? തീർച്ചയായും 71 കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ സംഖ്യ. അതിൽ 63 കോൺഗ്രസ് എത്തി. അതുകൊണ്ട് തന്നെ വലിയ സമ്മർദ്ദങ്ങളില്ലാതെ കോൺഗ്രസിന് ഈ സംസ്ഥാന ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. കോൺഗ്രസിന് ലഭിച്ചിട്ടുള്ളത് 63 സീറ്റുകളാണ്. ആടിയുലഞ്ഞ് ഇടത് കോട്ടകളെ ആടിയുലച്ച ആ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിൽ അത് നമുക്ക് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിളക്കമാർന്ന വിജയം. CPIMന്റെ ഒക്കെ കോട്ടകളിൽ, CPIയുടെ കോട്ടകളിലൊക്കെ വലിയ വിജയം നേടിയത് 63 സീറ്റുമായി കോൺഗ്രസ്. അതെ, അതോടൊപ്പം തന്നെ ചരിത്രത്തിലാദ്യമായി ഒരു മുസ്ലിം MLA അടക്കം വിജയിപ്പിച്ചുകൊണ്ട് മുസ്ലിം വനിതാ MLA അടക്കം വിജയിപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് 22 സീറ്റുകളുമായി മുൻപ് പറഞ്ഞതുപോലെ ഏറ്റവും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഘടകകക്ഷിയായി UDFിനോടൊപ്പം നിലയുറപ്പിക്കുന്നു. 22 സീറ്റിലാണ് മുസ്ലിം ലീഗ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി, മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെല്ലാം വളരെ കംഫർട്ടബിൾ മാർജിനിലാണ് വിജയിച്ചിട്ടുള്ളത് എന്നതാണ്. അത് മഞ്ചേശ്വരം മുതൽ, മഞ്ചേശ്വരത്തൊക്കെ കഴിഞ്ഞ 1-2 തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് നിസ്സാര വോട്ടുകൾക്ക് നേരിയ വ്യത്യാസത്തിലൊക്കെയാണ് അവിടെ BJP സ്ഥാനാർത്ഥിയേക്കാൾ മുസ്ലിം ലീഗിലെ AKM അഷ്റഫ് കഴിഞ്ഞ തവണ വിജയിച്ചത്. അതിന് തൊട്ടു മുമ്പുള്ള തെരഞ്ഞെടുപ്പിലും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ജയിച്ചു വന്നത് നേരിയ ഭൂരിപക്ഷത്തിനായിരുന്നു. അത് ഇത്തവണ അതൊക്കെ ഒരു പഴങ്കഥയാക്കിക്കൊണ്ട് മഞ്ചേശ്വരത്തൊക്കെ വലിയ വിജയമാണ് നേടിയിട്ടുള്ളത്. 22,000-ൽ പരം വോട്ടുകളുടെ, 20,000-ന് മുകളിലുള്ള വോട്ടുകളുടെ ഭൂരിപക്ഷം അവിടെയുണ്ട്. കുഞ്ഞാലിക്കുട്ടിയെ നോക്കൂ. കുഞ്ഞാലിക്കുട്ടി വലിയ സർവകാല റെക്കോർഡെന്ന് പറയാം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ വലിയ വിജയമാണ് അദ്ദേഹത്തിന്. 85,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്. അതെ, വലിയ ഭൂരിപക്ഷമാണ് PK കുഞ്ഞാലിക്കുട്ടിക്ക് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ 60,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് മട്ടന്നൂരിൽ നിന്ന് KK ശൈലജ തെരഞ്ഞെടുക്കപ്പെട്ടതായിരുന്നു ഇതുവരെയുള്ള ഉയർന്ന ഭൂരിപക്ഷമെങ്കിൽ ആ ഭൂരിപക്ഷത്തെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് PK കുഞ്ഞാലിക്കുട്ടി ഇത്തവണ മലപ്പുറം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വലിയ വിജയം നേടിയത്. നേരത്തെ അസിത പറഞ്ഞതുപോലെ ഒരു വനിതാ MLA മുസ്ലിം ലീഗിൽ നിന്നുണ്ടാകുന്നു എന്ന സവിശേഷതയുണ്ട്. നേരത്തെ ഖമറുന്നിസ അൻവറിനെയും നൂർബിന റഷീദിനെയും ഒക്കെ മുസ്ലിം ലീഗ് മത്സരിപ്പിച്ചിരുന്നെങ്കിലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ഇത്തവണ ഇതാ ഫാത്തിമ തഹലിയ പേരാമ്പ്രയിൽ പരാജയപ്പെടുത്തിയത് ആരെയാണ്? TP രാമകൃഷ്ണൻ എന്ന CPIMന്റെ ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ ഒരാളെ പരാജയപ്പെടുത്തി ഫാത്തിമ തഹലിയ ഈസിയായ മണ്ഡലം തൂക്കുന്നു. ആ കാഴ്ച കൂടി നമ്മൾ കാണുന്നു. ദിലീപ്, മറ്റൊന്നോ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന സീറ്റുകളിൽ നിന്നും 2 ഇത്തവണ വഴങ്ങിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുന്നണിയുടെ വിജയം മാത്രമാണ് ഞങ്ങളുടെ മുന്നിലുള്ളതെന്ന് അവർ പറയുന്നുണ്ട്. അടുത്ത തവണ ആ സീറ്റ് കൂടി ചോദിക്കുമെന്ന് പറയുന്നു. അത് എന്ത് തന്നെയായാലും ആ ഘടകകക്ഷിയുടെ, ആ മുന്നണിയുടെ കൂട്ടായ തീരുമാനമായിരുന്നു. അതെ, നോക്കൂ, 7 സീറ്റാണ് കേരള കോൺഗ്രസ് ജോസഫിന് ഇത്തവണ ലഭിച്ചത്. 8 സീറ്റുകളിലാണ് അവർ മത്സരിച്ചത്. അതിൽ 7 അഴകുള്ള വിജയമാണ് കേരള കോൺഗ്രസ് ജോസഫിനുണ്ടായിരിക്കുന്നത്.
ജേക്കബ് ഗ്രൂപ്പിന് പിറവത്ത് അനൂപ് ജേക്കബിലൂടെ വിജയമുണ്ടായി. ഒരു സീറ്റ് നേടുന്നു. RSP 3 സീറ്റിലാണ് മത്സരിച്ചത്, 3 വിജയിക്കുന്നു. 4 സീറ്റിൽ മത്സരിച്ചു. ആറ്റിങ്ങലിൽ പരാജയപ്പെട്ടു. കൊല്ലത്ത് 3 ശക്തമായ സ്വാധീനമാകാൻ കഴിയുന്നു. RSP 3 സീറ്റിൽ വിജയിക്കുന്നു. RMB 1 സീറ്റിലും CMB 1 സീറ്റിലും വിജയിക്കുന്നു. അതാണ് ഇത്തവണത്തെ ആദ്യത്തെയുള്ള. അതെ, UDF പിന്തുണച്ച സ്വതന്ത്രന്മാർ സുധാകരൻ, G സുധാകരൻ, TK ഗോവിന്ദൻ, V കുഞ്ഞികൃഷ്ണൻ അടക്കം മാണി സി കാപ്പൻ ഉൾപ്പെടെ 4 പേർ വിജയിക്കുകയും ചെയ്യുന്നു എന്നതാണ് UDFിനെ ഈ മാന്ത്രിക സംഖ്യയിലേക്ക് 102 എത്തിച്ചിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.